Hello everyone. In this video I will discuss data types in SQL. So നമ്മൾ already start ചെയ്തിട്ടുണ്ട് SQL with introduction of SQL and see what are the data types in SQL. So basically data type is used to identify the type of data that is stored. ഓക്കെ അപ്പോൾ ഡാറ്റ ഏത് ടൈപ്പാണ് സ്റ്റോർ ചെയ്ത ഡാറ്റ ഏത് ടൈപ്പാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ നോർമലി ഡാറ്റ ടൈപ്പ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് ഇൻ ഇൻറ്റീജർ ഓർ എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഓർ എ ക്യാരക്ടർ എറ്റ്സെട്ര. ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് എന്താണ് ഡാറ്റയുടെ ടൈപ്പ്, അതൊരു ഇൻറ്റീജർ നമ്പർ ആണോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണോ അല്ലെങ്കിൽ അതൊരു ക്യാരക്ടർ ആണോ എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ SQL വി വിൽ യൂസ് ഇറ്റ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ടിൻ്റെ ടൈപ്പ് ഏതാണ് എന്ന് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആട്രിബ്യൂട്ടിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഏത് ടൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്യാനാണ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ലൈക്ക് സ്റ്റുഡൻറ്റ് നെയിം, റോൾ നമ്പർ. സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ, സ്റ്റുഡൻറ്റ് നെയിം ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇതെന്ന് പറയുന്നത് ക്യാരക്ടർ ഡാറ്റയാണ്. അപ്പോൾ ഇതെന്താണ്, ക്യാരക്ടർ ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അതേപോലെ തന്നെ റോൾ നമ്പർ നോർമലി ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് ഇൻറ്റീജർ ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്സ് പഠിക്കുന്നത്. സോ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്, മേ ബി ഇൻ SQL. SQLൽ നമ്മൾ ആട്രിബ്യൂട്ടിൽ സ്റ്റോർ ചെയ്ത വാല്യൂ പറയാനാണ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, and data type is classified into basically 3 types: numeric data type, character or string data type, date or time data type. അപ്പോൾ ഈ ഒരു 3 ലെവലിലേക്ക് നമുക്ക് ഡാറ്റ ടൈപ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നമ്പർ ഡാറ്റ ടൈപ്പ് ആണ്, ഒന്നുകിൽ നമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആവാം, ലൈക്ക് ABCD അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ആവാം. ഡേറ്റ്, ടൈം ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഓക്കെ, now first of all we will discuss numeric data types. So numeric data types are used to represent numbers like 5 അല്ലെങ്കിൽ ഒരു 5.2 ഇതുപോലെയുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് നമ്പേഴ്സ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സ് വിൽ കണ്ടെയ്ൻ നമ്പേഴ്സ്. സോ ദീസ് ആർ ദ ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. ഫസ്റ്റ് ഈസ് ഇൻറ്റ്, ടൈനി ഇൻറ്റ്, സ്മോൾ ഇൻറ്റ്, മീഡിയം ഇൻറ്റ്, ബിഗ് ഇൻറ്റ്, ഓക്കെ, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് ഡെസിമൽ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. ഈ ഒരു ഡാറ്റ ടൈപ്പിൽ ഈ 5 എണ്ണമാണ്, ബിഗ് ഇൻറ്റ് വരെയുള്ളതാണ് നോർമൽ നമ്പേഴ്സ് ലൈക്ക് 5 പോലെയുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഇൻറ്റ്, ടൈനി ഇൻറ്റ്, സ്മോൾ ഇൻറ്റ്, മീഡിയം ഇൻറ്റ്, ബിഗ് ഇൻറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളാണ് നോർമൽ ഇൻറ്റീജേഴ്സ്. അതായത് പോയിന്റ് ഇല്ലാത്ത ഇൻറ്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് ഫ്ലോട്ട്, ഡബിൾ ആൻഡ് ഡെസിമൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. So floating point numbers means numbers that is having a decimal point. So these are the numeric data types in SQL. So first of all we will discuss integer data types. Integer data types are int. First one is int. So int എന്ന് പറയുന്നത് it is a normal size integer. So int is used to represent a normal size integer. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡാറ്റ ടൈപ്പിനും റേഞ്ച് പറയും. റേഞ്ച് എന്ന് പറയുന്നത് ഇത്ര മുതൽ ഇത്ര വരെയുള്ള വാല്യൂസിൻ്റെ ഇടയിലുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് ഈ ഒരു ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ -214 7483648 മുതൽ +214 7483647 വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള വാല്യൂസ് മാത്രമേ ഇൻറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വാല്യൂ എക്സാമിന് ചോദിക്കില്ല. സോ ദർ ഇസ് നോ നീഡ് ടു സ്റ്റഡി ദിസ്, ബട്ട് ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ,
അൺസൈൻഡ് റേഞ്ച്, അതായത് ഇത് സൈൻഡ് റേഞ്ച് ആണ്. സൈൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവും വരും പോസിറ്റീവും വരും. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവുകൾ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതായത് സപ്പോസ് ഇഫ് യു ആർ നോട്ട് സ്റ്റോറിങ് നെഗറ്റീവ് നമ്പേഴ്സ് വി ക്യാൻ ഓൾസോ യൂസ് ദിസ് ടു സ്റ്റോർ ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പോസിറ്റീവിന് മാത്രമായിട്ട് ആ റേഞ്ച് യൂസ് ചെയ്യുക. അതേ സമയത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റേഞ്ച് എങ്ങനെയായിട്ട് മാറും? 0 മുതൽ 429 49 67 295 ഇത്രയും റേഞ്ചിലുള്ള ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. അതും ഇപ്പോൾ ഇവിടെ 0 എന്നാണ് തുടങ്ങുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ്. നോർമൽ സൈസുള്ള ഇൻറ്റീജറിനെ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഇത്രയും വലിയ ഇൻറ്റീജേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് സ്റ്റോർ ചെയ്യാം. Next one is small int. As the name indicates, it represents a small integer. It has a signed range of minus 32,782 plus 32,767 and unsigned ranges between 0 to 65,535. അപ്പോൾ സ്മോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻറ്റീജർ ആണ്. അത്ര ഇൻറ്റിൻ്റെ അത്ര കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് 32,782 പ്ലസ് 32,767 ഓൺലി. അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്ക് സൈൻഡ് മാത്രം അൺസൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നെഗറ്റീവ് നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് 0 മുതൽ 65,535 വരെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് ടൈനി ഇൻറ്റ്. സോ ടൈനി ഇൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ വെരി സ്മോൾ ഇൻറ്റീജർ. ഇറ്റ്സ് റേഞ്ച് ഈസ് ബിറ്റ്വീൻ മൈനസ് 128 ടു പ്ലസ് 127. അപ്പോൾ നോർമലി നമ്മൾ ചെറിയ ഇൻറ്റീജേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ടൈനി ഇൻറ്റ് യൂസ് ചെയ്താൽ മതി. അത് വളരെ ചെറിയ മെമ്മറി മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഓരോന്നിനും മെമ്മറി കപ്പാസിറ്റി കൂടും. അത് ഇൻറ്റിനേക്കാളും കുറവായിരിക്കും മെമ്മറി കപ്പാസിറ്റി സ്മോൾ ഇൻറ്റ്, അതിനേക്കാൾ കുറവായിരിക്കും മെമ്മറി കപ്പാസിറ്റി ടൈനി ഇൻറ്റ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് റോൾ നമ്പർ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. റോൾ നമ്പർ എന്ന് പറയുമ്പോൾ നോർമലി 1 to ഒരു മാക്സിമം ഒരു 100 വരെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടൈനി ഇൻറ്റ് ഒക്കെ എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. വെറുതെ അവിടെ സ്മോൾ ഇൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് അൺസൈൻഡ് റേഞ്ച് ഓഫ് 0 to 255. അൺസൈൻഡ് ടൈനി ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അൺസൈൻഡ് ടൈനി ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് ആയിട്ട് നമുക്ക് 0 മുതൽ 255 വരെ കിട്ടും. ഇനി ഒരു മീഡിയം ഇൻറ്റ് ഉണ്ട്. മീഡിയം ഇൻറ്റ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആയിരിക്കും. ഇറ്റ് വിൽ റേഞ്ച് ഫ്രം മൈനസ് 83886082 പ്ലസ് 83886007. അപ്പോൾ അഗെയിൻ ഈ ഒരു റേഞ്ച് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബിഗ് ഇൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സൈസ് കൂടിയ ഇൻറ്റ് ആണ്. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ്. സോ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് വരുന്ന നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. സോ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ് ഇത് 3 എണ്ണമാണ്: ഫ്ലോട്ട്, ഡബിൾ ആൻഡ് ഡെസിമൽ. So it is very simple. Float of p means whether it is float or double. So p indicates whether the number is float or double. അതായത് ഇവിടെ ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് തന്നെയാണ്? പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഫ്ലോട്ട് എന്ന് പറയുന്നത് ഡബിളിനേക്കാൾ കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ടും പോയിന്റ് വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലോട്ടിനേക്കാൾ കുറച്ച് കപ്പാസിറ്റി കൂടുതലാണ് എന്തിന്? ഡബിളിന്. സോ ഡബിൾ ഹാസ് ഹയർ കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് ഓഫ് പി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇഫ് പി ഈസ് ബിറ്റ്വീൻ 0 to 24 ദ ഡാറ്റ ടൈപ്പ് ബിക്കംസ് ഫ്ലോട്ട്. അപ്പോൾ ഇത് ശരിക്കും ഫ്ലോട്ട് ഓഫ് പി എന്ന് പറഞ്ഞാൽ ഡബിളും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, സോ ഇഫ് പി ഈസ് ബിറ്റ്വീൻ 0 to 24 ഡാറ്റ ടൈപ്പ് ബിക്കംസ് ഫ്ലോട്ട്. And if p is between 25 to 53 the data type becomes double. അതായത് p ന്റെ വാല്യൂ ആണ് ഡിസൈഡ് ചെയ്യുന്നത് whether it is a float or whether it is a double. If p is between this range value will be float, and if p is between this range the value will be double. Next one is double size comma d. ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഫ്ലോട്ട് ഓഫ് ബ്രാക്കറ്റിൽ ഒരു 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫ്ലോട്ട് ഓഫ് പി എന്നാണല്ലോ, പിക്ക് പകരം 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിന് പകരം ഞാനൊരു 33 എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡബിൾ ആണ്. ഓക്കെ, ഡബിൾ സൈസ് കൊമാ ഡി. ഇതിന് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നമ്മളെ നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ടോട്ടൽ ഉണ്ട് എന്നുള്ളതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് ആണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സോ സൈസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്മളെ നമ്പറിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഡി എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡെസിമൽ കൊമ സൈസ് ഡി. ഇനി ഡബിളിനേക്കാളും കുറച്ച് സൈസ് കൂടിയ അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടിയ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഡെസിമൽ. അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ നിങ്ങൾക്ക് DEC എന്നും കൂടെ കാണാൻ പറ്റും, രണ്ടും സെയിം ആണ്. എക്സാക്ട് ഫിക്സഡ് പോയിന്റ് നമ്പർ ആൻഡ് ഇറ്റ് സൈസ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡിജിറ്റ്സ് തന്നെയാണ് ഇവിടെയും സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാക്സിമം നമ്പർ ഫോർ സൈസ് ഇവിടെ എത്രയാണ്, 65 ആണ്. ഇവിടെ ഡബിൾ ആണെങ്കിൽ മാക്സിമം സൈസ്, അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ മാക്സിമം സൈസ് 53 വരെ പോകുള്ളൂ. പക്ഷേ ഇവിടെ എത്രയാണ്, മാക്സിമം നമ്പർ ഫോർ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 65 ആണ്. ഇനി മാക്സിമം നമ്പർ ഫോർ ഡി എത്രയാണ്, ഈ ഡിക്കുള്ള മാക്സിമം വാല്യൂ എത്രയാണ്, 30 ആണ്. അതായത് മാക്സിമം നമുക്ക് എത്ര 65 ഡിജിറ്റ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് പറഞ്ഞാൽ മാക്സിമം 30 ഡിജിറ്റ്സ്, പോയിന്റിന് ശേഷം 30 ഡിജിറ്റ്സിന് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. സോ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് അല്ലേ. ഇപ്പോൾ ഒരാളെ പേരാണെങ്കിൽ അല്ലെങ്കിൽ ABC പോലെയുള്ള ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. ക്യാർ, വാർക്യാർ, ബൈനറി, var binary, and blob and text, tiny blob, long blob, tiny text, long text, and enum. These are the character data types. First one is char of size. Char of size എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ആണ്. ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ആണ് char of size. ഇതിൻ്റെ സൈസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം കോളം ലെങ്ത് ഇൻ ഹെഡേഴ്സ്. അതായത് ആ കോളത്തിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ എന്തായിട്ടാണ് കൊടുക്കുക, ഈ ഒരു കെയർ ആയിട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ കെയർ ഒക്കെ യൂസ് ചെയ്യാം. നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെയർ ഓഫ് 10 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, മാക്സിമം എത്ര വരെ യൂസ് ചെയ്യാം, 10 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ സൈസ്. കെയർ ഓഫ് സൈസ് എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ സൈസ്. സൈസ് ക്യാൻ ബി ഫ്രം 0 to 55. അപ്പോൾ നമുക്ക് സൈസിന് വാല്യൂ എത്ര വരെ കൊടുക്കാം, 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് ആണ് ഇതിന് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് ഫിക്സഡ് ലെങ്ത് ആണ്. ഓക്കെ, ഫിക്സഡ് ലെങ്ത് ആണ്. ഇനി അടുത്ത വാർക്യാർ എന്ന് പറയുന്നത് എന്താണ്, വാരിയബിൾ ലെങ്ത് ആണ്. അതാണ് ഡിഫറൻസ്. ഇത് ഫിക്സഡ് ലെങ്ത് ആണ്, ഇത് വാരിയബിൾ ലെങ്ത് ആണ്. അതായത് ഫിക്സഡ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കെയർ ഓഫ് 10 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ട് ഞാൻ ആകെ ABC എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഞാൻ 3 ക്യാരക്ടേഴ്സേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എത്ര ഡിക്ലെയർ ചെയ്തത്, 10 ആണ്. എന്നാൽ കൂടി 10 ബൈറ്റ്സിൻ്റെ മെമ്മറിയാണ് എന്ത് ചെയ്യുക, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. അതാണ് ഫിക്സഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയാം, ഇവിടെ കെയർ എന്ന് പറഞ്ഞിട്ട് 10 ആണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്, പക്ഷേ ഞാൻ ABC എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും നമ്മൾ 3 ബൈറ്റ്സേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. എന്നാലും ആദ്യം ഡിക്ലെയർ ചെയ്ത 10 ആണല്ലോ, ആ 10 ബൈറ്റ്സ് തന്നെ മെമ്മറിയിൽ അത്രയും മെമ്മറി സ്പേസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതേ സമയത്ത് വാർക്യാർ ആണെങ്കിൽ അത് വാരിയബിൾ ലെങ്ത് ആണ്. നമ്മൾ എത്രയാണോ യൂസ് ചെയ്തത് അത്ര മെമ്മറി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് ഇവിടെ ഞാൻ വാർക്യാർ യൂസ് ചെയ്യുകയാണ്. ഇതിന് പകരം വാർക്യാർ യൂസ് ചെയ്തിട്ട് 10 സൈസുള്ള ഡിക്ലെയർ ചെയ്തു. ഞാൻ ABC എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പം ഇവിടെ വെറും 3 ബൈറ്റ് മാത്രമേ മെമ്മറി വേണ്ടുള്ളൂ. ആ 3 ബൈറ്റ് മാത്രമേ ഇവിടെ സ്റ്റോർ ചെയ്യുള്ളൂ, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ഡിഫറൻസ് ആണ് കെയറും വാർക്യാറും തമ്മിൽ. ഒന്ന് ഇത് ഫിക്സഡ് ലെങ്ത് ആണ്, ഇതെന്താണ്, വാരിയബിൾ ലെങ്ത് ആണ്. ഓക്കെ, സോ വാർക്യാർ എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് ആണ്, അത് ഫിക്സഡ് ആണ് ലെങ്ത്. അപ്പോൾ അത്രത്തോളം മെമ്മറി തന്നെ അത് യൂസ് ചെയ്യും. വാർക്യാർ എന്ന് പറയുന്നത് വാരിയബിൾ ആണ്, അത് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി കെയർ ആയാലും വാർക്യാർ ആയാലും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യാം, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും സ്റ്റോർ ചെയ്യാം. അപ്പോൾ കെയർ ആൻഡ് വാർക്യാർ ഡാറ്റ ടൈപ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ലെറ്റേഴ്സ്, ABC പോലെ ലെറ്റേഴ്സ്, നമ്പേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനൊരു വാല്യൂ ഉണ്ടെങ്കിലോ ABC1 ഇങ്ങനെയുള്ള വാല്യൂ എന്ന് പറയുന്നത് രണ്ടും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട് ആൽഫബറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കെയർ ഓഫ് സൈസിൽ അല്ലെങ്കിൽ വാർക്യാർ ഓഫ് സൈസ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ കോമ്പിനേഷൻ ആൽഫാ ന്യൂമറിക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഇമെയിൽ IDയിലൊക്കെ എന്ന് പറയുന്ന സിമ്പിളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കെയർ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. അതേപോലെ തന്നെ വാർക്യാർ വെച്ചിട്ടും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു,
ഫിക്സഡ് ലെങ്ത് ആണ്, ഇത് വേരിയബിൾ ലെങ്ത് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും എത്രയാണ്, 0 മുതൽ 255 വരെയാണ്. ഇതിൻ്റെ സൈസ് 0 മുതൽ 65,535 വരെയാണെന്നുള്ളതാണ് മറ്റൊരു ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബൈനറി ഓഫ് സൈസ് ആൻഡ് വാർ ബൈനറി ഓഫ് സൈസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു വേരിയേഷൻ ആണ് ബൈനറിയും വാർ ബൈനറിയും. ഓക്കെ, അതായത് ഈക്വൽ ടു ക്യാർ ആണ്, ഇതിന് ഈക്വൽ ആണ് ഈ ഒരു സംഭവം. പക്ഷെ എന്താണ് ഡിഫറൻസ്, എന്താണ്, സ്റ്റോഴ്സ് ബൈനറി ബൈറ്റ് സ്ട്രിങ്സ്. അതായത് ബൈനറി ബൈറ്റ് സ്ട്രിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ബൈനറി ബൈറ്റ് സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ 0 1 0 0 0 ഇതുപോലെയുള്ള ബൈനറി ഡാറ്റ ഉണ്ടല്ലോ, അതാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, ബൈനറി ഓഫ് സൈസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇവിടെയും സൈസ് കൊണ്ട് എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, മാക്സിമം കോളം ലെങ്ത് ആണ്. പക്ഷേ അത് എന്തിലാണ് നമ്മളിവിടെ പറയുക, ഇൻ ബൈറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ ലെങ്ത് പറയുന്നത് എന്തിലാണ്, ക്യാരക്ടേഴ്സിലാണ്. ഇവിടെയും ലെങ്ത് പറയുന്നത് എന്തിലാണ്, ക്യാരക്ടേഴ്സിലാണ്. ഇത് ബൈറ്റ്സിലാണ്. അതേപോലെ തന്നെ ഉണ്ട് വാർ ബൈനറി. വാർ ബൈനറി എന്ന് പറയുന്നത് ഈക്വൽ ടു വാർ കെയർ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു വാർ കെയർ ബട്ട് സ്റ്റോർസ് ബൈനറി ബൈറ്റ് സ്ട്രിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ ക്യാരക്ടേഴ്സ്. ഇവിടെ ബൈനറി ബൈറ്റ് സ്ട്രിങ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മാക്സിമം ലെങ്ത് ഇൻ ബൈറ്റ്സ് ആണ്. ഓക്കെ, അതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. ഇനിയുണ്ട് character data types, that is blob and text. blob and text. blob text എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. blob എന്ന് പറയുന്നത് കോളം വിത്ത് എ മാക്സിമം ഓഫ് 65,535 characters. അതായത് ഒരു കോളത്തിൽ, ഒരു കോളം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരു ഇങ്ങനെയാണല്ലോ ടേബിൾ ഉണ്ടാവുക. ഇതിപ്പോൾ നെയിം എന്ന് പറയുന്ന സംഭവമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ കോളാണെങ്കിൽ നെയിം എന്ന് പറയുന്നതാണെങ്കിൽ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് ബ്ലോബ് അല്ലെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബ്ലോബ് അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുത്താലുള്ളത് എന്താണെന്നാണ് പറയുന്നത്, കോളം വിത്ത് എ മാക്സിമം ലെങ്ത് ഓഫ് 65,535. ഈ കോളത്തിലുള്ള വാല്യൂസിനുള്ള മാക്സിമം ലെങ്ത് എത്രയാണ്, 65,535 ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി ബ്ലോബ് ആണെങ്കിൽ അത് എന്തിലാണ് സ്റ്റോർ ചെയ്യുന്നതും കൗണ്ട് ചെയ്യുന്നതും എന്തിലാണ്, ബൈറ്റ്സിലാണ്. ഇനി ടെക്സ്റ്റ് ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നതും കൗണ്ട് ചെയ്യുന്നതും എന്തിലാണ്, ക്യാരക്ടേഴ്സിലാണ് എന്നുള്ളതാണ് ഡിഫറൻസ്. Okay, so blob and text are two different data types used in SQL, and this can be the maximum length of 65,000. It is used to specify a column with a maximum length of 65,535 characters. ഇനി ബ്ലോബ് ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നതും കൗണ്ട് ചെയ്യുന്നതും ഒക്കെ എന്തിലാണ്, ബൈറ്റ്സിലാണ്. 0 0 1 അതുപോലെയുള്ള ബൈറ്റ് സീക്വൻസിലാണ് കൗണ്ട് ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നതൊക്കെ എന്തിലാണ്, ക്യാരക്ടർ ഫോർമാറ്റിലാണ്. അതാണ് വേറൊരു ഡിഫറൻസ്, ബ്ലോബ് ടെക്സ്റ്റ്. ഇനി ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. ടൈനി ബ്ലോബ് എന്ന് പറയുന്നത് മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റുള്ളൂ, എത്ര ബൈറ്റ്സ് മാത്രമേ പറ്റുള്ളൂ, 255 ബൈറ്റ്സ് മാത്രമേ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ലോങ് ബ്ലോബ്, മാക്സിമം 429 49 67 295 ബൈറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാം. ഇനി ടൈനി ടെക്സ്റ്റ് ഉണ്ട്, മാക്സിമം 255 ക്യാരക്ടേഴ്സ് മാത്രം. ലോങ് ടെക്സ്റ്റ് മാക്സിമം 42,4967 295 ക്യാരക്ടേഴ്സ്. ഇനി അടുത്തതാണ് enum, val1 val2 val3 etc. അതായത് enum എന്ന് പറയുന്നത് എന്യൂമറേഷൻ ആണ്. എന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാല്യൂ അസൈൻ ചെയ്യുക. അതായത് നമുക്ക് ചിലപ്പോൾ ഇതിലുള്ള ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഏതാണെന്ന് നമുക്ക് ചിലപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഇതിൽ ഈ ചില വാല്യൂസിൽ ഏതെങ്കിലും ഒന്നാവാം. അതായത് നമ്മളിപ്പം ഡേ എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ 7 വാല്യൂസ് അല്ലേ വരുള്ളൂ, സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ. അപ്പോൾ ആ ഒരു 6 വാല്യൂസ് അല്ലെങ്കിൽ 7 വാല്യൂസ് മാത്രം വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു 7 വാല്യൂ മാത്രമേ അതിന് വരുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്യൂമറേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ABC എന്ന് പറയുന്ന 3 വാല്യൂസ് മാത്രമേ ഒരു ആട്രിബ്യൂട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഒരു enum എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ടൈപ്പിലേക്ക് ഉണ്ടാക്കാം. അതായത് enum ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, A, സിംഗിൾ കോഡ്സിൽ B, സിംഗിൾ കോഡ്സിൽ C കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഈ ഇത് ഡാറ്റ ആ ഒരു ആട്രിബ്യൂട്ടിലേക്ക് ഈ 3 വാല്യൂസേ ഉണ്ടാവുള്ളൂ. അത് A ആണ്, ഒന്നില്ലെങ്കിൽ B ആണ്, അല്ലെങ്കിൽ C ആണ്. ഇത് 3 അല്ലെങ്കിൽ അത് എന്ത് വാല്യൂ എടുക്കും, നൾ വാല്യൂ അസ്യൂം ചെയ്യും. അപ്പോൾ അതാണ് എന്യൂമറേഷൻ. ഇപ്പം ഡേൻ്റെ കേസിലാണെങ്കിൽ enum എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ 7 വാല്യൂസ് ഇതിൽ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ഇതിലേക്ക് എന്ത് മാത്രമേ എടുക്കുള്ളൂ, ഈ 7-ൽ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇത് നോർമലി അത്ര വൈഡായിട്ട് യൂസ് ചെയ്യുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ്
date or time data types, that is used to store the date or time. അത് നമ്മൾ ഡേറ്റും ടൈമും സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ് SQL ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. So what are the date or time data types in SQL? First one is date itself. ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും, ഡേറ്റ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് പറയുക എന്തായിരിക്കും, ഡേറ്റ് ആയിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഡേറ്റ് ആണ്. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1000, ഇതിൻ്റെ ഫോർമാറ്റ് ഇതാണ്, ഇയർ മന്ത് ഡേറ്റ്, ഈ ഒരു ഫോർമാറ്റിലാണ് ഡേറ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1000, 01, 01 to 9999 12 31. ഇത് ഈ ഇത്രയും റേഞ്ചിലുള്ള ഡേറ്റ് ആണ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഡേറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഡേറ്റും ടൈമും കൂടെ എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഡേറ്റ് ടൈം. ഇതിൻ്റെ ഫോർമാറ്റ് ഇയർ, മന്ത് ആൻഡ് ഡേറ്റ്, അത് ഇതേ ഫോർമാറ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഹവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്, ഇങ്ങനെ 3 സംഭവങ്ങളും കൂടെ ഇതിലേക്ക് വരും. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അതേപോലെ തന്നെ 1000, 01, 01, 000 മുതൽ 9999 12 31 to 23 5959. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ് ടൈമിന് ഒരു അഡീഷണൽ പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക് ഇനീഷ്യലൈസേഷൻ അപ്ഡേറ്റിംഗ് ടു ദ കറൻറ്റ് ഡാറ്റാബേസ്. അതായത് ഓട്ടോമാറ്റിക്കലി ഇനീഷ്യലൈസ് ചെയ്യലും ഇനീഷ്യലൈസും ചെയ്യും, അതേപോലെ തന്നെ അപ്ഡേറ്റും ചെയ്യും. അത് കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈമിലേക്ക് ഓട്ടോമാറ്റിക്കലി ചില സമയത്ത് ഇനീഷ്യലൈസേഷനും അപ്ഡേഷനും നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഡേറ്റ് ഓഫ് ടൈം. ഓട്ടോമാറ്റിക്കലി കറൻറ്റ് ഡേറ്റിലേക്ക് ടൈമിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയുക, ഡിഫറെൻ്റ്, ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ റേഞ്ചൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് സെയിം ആണ്, ഇയർ, മന്ത്, ഡേറ്റ് ആൻഡ് ഇത് തന്നെയാണ് അതിൻ്റെ ഫോർമാറ്റായിട്ട് പറയുന്നത്. പക്ഷേ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1970 01 01 00001 UTC. UTC എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ടൈമാണ്, യൂണിവേഴ്സലി കമ്പൈൻഡ് യൂണിവേഴ്സൽ ടൈമാണ്, കമ്പൈൻഡ് യൂണിവേഴ്സൽ ടൈം. ആ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്, അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഇനി മുതൽ 2038 019 31407 UTC. ഇവിടെ UTC എന്ന് പറയുന്ന സംഭവം അതാണ്, കമ്പൈൻഡ് യൂണിവേഴ്സൽ ടൈം. സോ ആ ഒരു ഫോർമാറ്റിലാണ് ഇത് പറയുന്നത്, കമ്പൈൻഡ് യൂണിവേഴ്സൽ ടൈം. നെക്സ്റ്റ് വൺ ഇസ് ടൈം, ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ടൈം, പർട്ടിക്കുലർ ടൈം സ്റ്റോർ ചെയ്യാനാണ്. ആൻഡ് ഇതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഹവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. റേഞ്ച് ഇസ് ഫ്രം -838 അങ്ങനെ ഒരു ടൈം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ അതിൻ്റെ റേഞ്ചിൽ ഇവിടെ നമുക്ക് 3 ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, 5959 to 8385959. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇയർ, നെക്സ്റ്റ് വൺ ഇസ് ഇയർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇയർ സ്റ്റോർ ചെയ്യാനും ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇയർ ഇൻ 4 ഡിജിറ്റ് ഡിജിറ്റൽ ഫോർമാറ്റ്, 4 ഡിജിറ്റ് ഫോർമാറ്റിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. 4 ഡിജിറ്റ് ഫോർമാറ്റ്, അതായത് ഇതിൻ്റെ വാല്യൂസ് ഇപ്പോൾ 2005 ആ ഒരു 4 ഡിജിറ്റ് ഫോർമാറ്റിൽ ആണ് എന്ത് ചെയ്യുക, ഇയർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂസ് അലോഡ് എന്ന് പറയുന്നത് 1901 to 2155, ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആണ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ അലോ ദ വാല്യൂ 0000. സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഏജിന് എന്ത് ചെയ്യാം, 0000 ആയിട്ടും സ്റ്റോർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അപ്പോൾ അതാണ് ഡാറ്റ ടൈപ്സ് ഓഫ് SQL.